നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമലയ്ക്കെതിരെ ഒട്ടനവധി നീക്കങ്ങൾ നടത്തിയ ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന ആരോപണമുണ്ട്. 2016 മുതൽ 2026 വരെ 10 വർഷം കേരളത്തിൽ അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരവധി സമരങ്ങൾ ഈ അയ്യപ്പ ഭക്തർ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും 2018 ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടതാണ്. 2018 സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിക്കാൻ പിണറായി സർക്കാർ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യുവതീ പ്രവേശനത്തിന് എല്ലാവിധ പിന്തുണയും സർക്കാർ നൽകിയത്. 2 യുവതികൾ പിന്നീട് സന്നിധാനത്തേക്ക് കയറുകയും ചെയ്തു. നിരവധി യുവതികളാണ്, ആക്ടിവിസ്റ്റുകളായ യുവതികളാണ് ആ സീസൺ കാലത്ത് ശബരിമലയിലേക്ക് കയറാനായി വലിയ ശ്രമം നടത്തിയത്. അതിന് സർക്കാരിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി മനീതി സംഘം അടക്കമുള്ളവർ ശബരിമല സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെടുകയും പിന്നീട് ഭക്തജനങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് ഇവർക്ക് പിന്തിരിയേണ്ടി വരികയും ചെയ്തു. എന്നാൽ രാഖി രാമാനം 2 ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ കയറ്റി സർക്കാർ ദൗത്യം പൂർത്തിയാക്കി എന്ന നിലയിൽ വിജയാഘോഷം നടത്തുകയായിരുന്നു. ഇനി ഹർത്താൽ നടത്തുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പരിഹസിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ട്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് മാറ്റി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും തോറ്റ് തുന്നം പാടിയതോടുകൂടി സ്മാപ്പ് പറയാനായി, അതായത് പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ നടത്തിയത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നീക്കമല്ലെന്നും, അതായത് ഈ ശബരിമലയ്ക്കെതിരായിട്ടുള്ള നീക്കമല്ലെന്നും അതൊരു പാർട്ടി നിലപാടല്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിക്കാർ ഈ ഹിന്ദു വോട്ട് ബാങ്ക് തിരികെ പിടിക്കാൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ട് ബാങ്കുള്ള പാർട്ടിയാണ് CPM, ആ ഹിന്ദു വോട്ട് ബാങ്കിന് ശബരിമല വിഷയത്തോടുകൂടി വലിയ രീതിയിലുള്ള കോട്ടം സംഭവിച്ചു. ഈ വോട്ട് ബാങ്ക് തിരികെ പിടിക്കാനായി CPM വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റും വിജയിക്കാൻ സാധിച്ചത്. എങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ പിണറായി സർക്കാർ നേതൃത്വം കൊടുത്തു എന്ന ആരോപണം കേട്ട സർക്കാരാണിത്. മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമം വരെ പ്രതിച്ഛായ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുകയായിരുന്നു. ആ ആഗോള അയ്യപ്പ സംഗമം വരെ പോലും പാർട്ടിക്കും പിണറായി വിജയനുമൊക്കെ എതിരായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. അത്രമാത്രം ഭക്തജന വികാരം പിണറായിക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ശബരിമലയുടെ പേരിൽ. എന്നാൽ ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി മാറിയ ശബരിമല മാസ്റ്റർ പ്ലാൻ, ആ ശബരിമല മാസ്റ്റർ പ്ലാൻ എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാർ അട്ടിമറിച്ചത് എന്നതിൻ്റെ കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ ശബരിമലയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ, ആചാര ലംഘനത്തിനുള്ള പിന്തുണ ഇതൊക്കെ നൽകുമ്പോഴും കോടിക്കണക്കിന് രൂപ ഞങ്ങൾ ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി അനുവദിച്ചു എന്ന് പറഞ്ഞ് വീമ്പിളക്കി നടക്കുകയായിരുന്നു CPM-കാർ. അതായത് 275 കോടി രൂപ 2016 പിണറായി വിജയൻ സർക്കാർ ഈ ശബരിമല മാസ്റ്റർ പ്ലാനിൽ വകയിരുത്തിക്കൊണ്ട് ശബരിമലയ്ക്ക് അനുവദിച്ചു എന്നായിരുന്നു പ്രചരണം. എന്നാൽ ഈ 275 കോടി രൂപയിൽ 85.45 കോടി രൂപ മാത്രമാണ് ഇതുവരെ നൽകിയതെന്നും ബാക്കി തുക പോലും കുടിശ്ശികയായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോയതെന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരാവകാശ രേഖകൾ അനുസരിച്ചിട്ടാണ് അനുവദിച്ച 275 കോടി രൂപ, വീമ്പിളക്കിയ 275 കോടി രൂപ, ആ 275 കോടി രൂപയിൽ ആകെ അനുവദിച്ചത് 10 വർഷം കൊണ്ട് ആകെ അനുവദിച്ചത് 85.45 കോടി എന്ന തുച്ഛമായ തുക മാത്രമാണ്. ഇതിൽ 85.39 കോടി രൂപയും ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ ശബരിമല മാസ്റ്റർ പ്ലാൻ വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ശബരിമലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. അതുപോലും പര്യാപ്തമായ തുകയായിരുന്നില്ല. എങ്കിലും ആയിരക്കണക്കിന് കോടി രൂപ, ഏതാണ്ട് 1030 കോടിയിലേറെ രൂപ വകയിരുത്തിക്കൊണ്ടാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നത്. ശബരിമലയുടെ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിലെല്ലാം ഭക്തർക്കാവശ്യമായ സൗകര്യങ്ങൾ, ഭക്തരുടെ സുരക്ഷ ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് കോട്ടം സംഭവിക്കാതെ നിർമ്മിക്കുക എന്നതായിരുന്നു ഈ മാസ്റ്റർ പ്ലാൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവഴിക്കേണ്ടത്. അവിടെയാണ് 275 കോടി രൂപ മാത്രം അനുവദിക്കുകയും അതിൽ തന്നെ 85 കോടി രൂപ മാത്രം കൊടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി തുക അനുവദിച്ചതിൽ ബാക്കി തുക മുഴുവൻ കുടിശ്ശികയാക്കിയിട്ടിട്ടാണ് ഈ പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോയിരിക്കുന്നത്.
എന്നിട്ടാണ് ശബരിമലയ്ക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ചു എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ അവകാശവാദങ്ങൾ CPM ഉന്നയിച്ചത്. ഇനി മറ്റൊരു കണക്ക് കൂടി പറയാം. ഈ 275 കോടി രൂപ അനുവദിച്ചതിൽ ഭൂരിഭാഗവും കൊടുത്തില്ല എന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എത്ര കോടി രൂപയാണ് അനുവദിക്കേണ്ടിയിരിക്കുന്നത്? 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി നടപ്പാക്കേണ്ടത്. സമയബന്ധിതമായിട്ടാണ് നടപ്പാക്കേണ്ടത്. ഒന്നാം ഘട്ടം 2028 മുമ്പ് പൂർത്തിയാക്കണം. രണ്ടാം ഘട്ടം 2028 മുതൽ 2033 വരെയാണ്. മൂന്നാം ഘട്ടം 2034 മുതൽ 2039 വരെയാണ്. ഇത്രയും ദീർഘകാല പദ്ധതിക്ക് 1000 കോടി രൂപ തന്നെ അപര്യാപ്തമാണ്. അടുത്ത 50 വർഷത്തേക്ക് സന്നിധാനത്തേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അത് 3 ഘട്ടങ്ങളായി 2016 മുതലാണ് ഇത് തുക അനുവദിക്കാൻ ആരംഭിച്ചത്. 2039 വരെ 3 ഘട്ടങ്ങളായി തുക അനുവദിച്ച് ഈ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിരിക്കണം. സമയബന്ധിതമായി ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനായി ഹൈക്കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ഒരു സമിതി പോലും നിലവിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ് ഒന്നാം ഘട്ടമെന്ന് നമുക്കൊന്നുകൂടി പരിശോധിക്കാം. 2028 മുമ്പ് ശബരിമല മാസ്റ്റർ പ്ലാന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കണം. ഒന്നാം ഘട്ടത്തിനായി അനുവദിക്കേണ്ട തുക 600.47 കോടി രൂപയാണ്. അതായത് 600 കോടി രൂപയിൽ അനുവദിച്ചത് വെറും 275 കോടി രൂപ മാത്രമാണ്. ഇതിൽ തന്നെ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്നത് വെറും 85 കോടി രൂപയാണ്. അതിനുശേഷമാണ് ഇത്രയും തുച്ഛമായ, ചുരുക്കത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നക്കാപ്പിച്ച പണം എറിഞ്ഞുകൊടുത്തിട്ടാണ് പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപ ഇതാ ശബരിമലയ്ക്ക് നൽകി എന്ന് പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയത്. 275 കോടി രൂപ അനുവദിച്ചു. അതിൽ ഭൂരിഭാഗവും കൊടുത്തില്ല. പക്ഷെ അനുവദിക്കേണ്ടിയിരുന്നത് 2028 അനുവദിക്കേണ്ടിയിരുന്നത് 600 കോടി രൂപയാണ്. 2 വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 10 വർഷവും ഭരിച്ചത് പിണറായി വിജയനാണ്. 2 വർഷം കൊണ്ട് ബാക്കി തുക എങ്ങനെ കൊടുത്തു തീർക്കും? കൊടുത്തു തീർത്താൽ തന്നെ എങ്ങനെ ചെലവഴിക്കും? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 600 കോടിയിൽ 100 കോടി പോലും തികച്ചനുവദിക്കാതെ, തികച്ചു കൊടുക്കാതെയാണ് പിണറായി വിജയൻ ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി അട്ടിമറിച്ചിരിക്കുന്നത്. ഒന്നാം ഘട്ടം അട്ടിമറിച്ചാൽ പദ്ധതി മുഴുവൻ അട്ടിമറിക്കപ്പെടും. കാരണം 600.47 കോടി രൂപയാണ് ഒന്നാം ഘട്ടത്തിൽ ചെലവഴിക്കേണ്ടത്. രണ്ടാം ഘട്ടത്തിൽ 100 കോടി രൂപയാണ് ചെലവഴിക്കേണ്ടത്. മൂന്നാം ഘട്ടത്തിൽ 77.68 കോടി രൂപ മാത്രമാണ്. അങ്ങനെ ഇരിക്കെ ഒന്നാം ഘട്ടത്തിലാണ് ഏറ്റവും അധികം പണം അനുവദിക്കേണ്ടതും, ഒന്നാം ഘട്ടത്തിലാണ് ഏറ്റവും അധികം തുക ചെലവഴിക്കേണ്ടതും, നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതും. ഒന്നാം ഘട്ടം അട്ടിമറിക്കപ്പെട്ടാൽ തീർച്ചയായും മാസ്റ്റർ പ്ലാൻ പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെടും. ഇതറിയാവുന്ന പിണറായി വിജയൻ എന്ന ബുദ്ധിമാനായ മുഖ്യമന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, ഒന്നാം ഘട്ടത്തിന് അനുവദിക്കേണ്ട തുകയുടെ ചെറിയൊരു അംശം പോലും അനുവദിക്കാതെ, നൽകേണ്ട തുകയുടെ ചെറിയൊരു തുക പോലും നൽകാതെ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന ബൃഹത് പദ്ധതി അട്ടിമറിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വരുന്നുണ്ട്. കേരളത്തിൻ്റെ ഐക്കണാണ് ശബരിമല ക്ഷേത്രം. ആ ശബരിമല ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തരുടെയും സുരക്ഷ അത് ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് മാസ്റ്റർ പ്ലാൻ പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ ആ മാസ്റ്റർ പ്ലാൻ പദ്ധതി, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ എത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് എത്ര കോടിയുടെ വരുമാനം ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ വരുമാനത്തിൻ്റെ ഒരു അംശം പോലും ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ശബരിമലയിലെ വരുമാനം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ഈ പറയുന്ന കാണിക്കവഞ്ചിയിലേക്ക് വീഴുന്ന നാണയത്തുട്ടുകൾ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന കോടികളുണ്ട്. ആ കോടികളെല്ലാം ചെന്നെത്തുന്നത് സംസ്ഥാന ഖജനാവിലേക്കാണ്. അതിൻ്റെ ഒരു അംശമാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന പദ്ധതി പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കും സംവിധാനങ്ങൾക്കും വേണ്ടി. അതാണ് പിണറായി വിജയൻ സർക്കാർ 10 വർഷം അധികാരത്തിന്മേൽ അടയിരുന്ന് അട്ടിമറിച്ചിരിക്കുന്നത് എന്നതാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്.